കുഴപ്പങ്ങൾ ചെയ്യും. കൂടുതൽ കൂടുതൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കാതെ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് പോകല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയുള്ളത് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ജാതകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് രചിക്കുന്നത് എന്നുള്ള ആ ഒരു സീക്രട്ടാണ് ഈ ഒരു ലോ ഓഫ് കർമ്മയിൽ പറയുന്നത്. അത് മനസ്സിലാക്കാതെ എല്ലാവരും പറയും ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അസുഖം വരുന്ന ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. അത് ഏറ്റവും ഒരു മണ്ടത്തരമുള്ളൊരു ചോദ്യമാണ്. കാരണം ആ കുട്ടി ഇപ്പം തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം പിന്നെ എപ്പോഴാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പാസ്റ്റ് ലൈഫ്. മനസ്സിലായി? ഇനിയിപ്പം നമ്മളിപ്പോൾ നല്ലത് ചെയ്താൽ നമുക്ക് നാളെ നല്ലത് വരുമോ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ലേ. അപ്പം തെറ്റ് ചെയ്യാതെ നല്ലതുമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടൂലേ. അപ്പം എങ്ങനെ പോയാലും ഇത് നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പം അതാണ് എനിക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ദർശനം എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി, ഇപ്പം ഞാനീ പറയാൻ പോകുന്ന എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഒരു അനുഭവമായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു അനുഭവമാണ്. ഇതിൻ്റെ വലിയ വലിയ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ബൈബിൾ, ഖുറാൻ എല്ലായിടത്തും ഇത് പറയുന്നുണ്ടല്ലോ. ദർശനം, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ദർശനം, ഇനി ബൈബിൾ എടുത്ത എല്ലായിടത്തും ഈ അനുഭവങ്ങളല്ലേ. എത്രയോ ഗുരുക്കന്മാരിപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ എത്രയോ പേര് എക്സ്പീരിയൻസ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അറിയുമ്പോഴും നമ്മളിപ്പോൾ ഒരാൾ നേരിട്ട് പറയുമ്പോൾ അത് നമുക്കൊരു ചിരിയോ അല്ലെങ്കിൽ ഒരു തമാശ പോലെയോ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊരു കഥ പോലെ കേട്ടാൽ മതി. ജസ്റ്റ് അത് ലിസൺ ചെയ്യൂ. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമെങ്കിൽ ആസ്വദിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. ഇത് കണ്ടോ, ജീസസിന്റെ ഈ ഒരു സിൽവർ കളറിലെ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് എനിക്ക് ഒരു പള്ളിയിൽ അച്ഛൻ തന്നതാണ്. അത് എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് വേൾഡ് റിലീജിയൻസ് കോൺഫറൻസ് നടന്നു. അപ്പോൾ അവിടെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ ഡെലിഗേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം 4ാം ക്ലാസ്സിൽ, ഇപ്പോൾ ക്ലാസ് വിട്ട് കഴിയുമ്പോൾ സെയിൻറ്റ് റിസാസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു കോൺഫറൻസിൽ ഞാനും ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എനിക്ക് തന്നതാണ് ജീസസിൻ്റെ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ജീസസിനെ വലിയ ഇഷ്ടമാണ്. കാരണം സെയിൻറ്റ് റിസാസിൽ പഠിച്ചതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ അവിടെ ആഘോഷിക്കുമല്ലോ. അതുമാത്രമല്ല അവിടുത്തെ ചാപ്പലിൽ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ജീസസിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എനിക്ക് എന്തായിരിക്കും ജീസസിനോട് ഇത്രയും ഇഷ്ടമെന്ന്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഈ ഇടയ്ക്ക് ഞാനൊരു ബുക്ക് വായിച്ചത്, സ്വാമി വിവേകാനന്ദൻ്റെ ഓട്ടോബയോഗ്രാഫി. അപ്പോൾ അതൊരു സ്വാമി നിഖിലാനന്ദ അദ്ദേഹം എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കാശ്മീരിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ജസ്റ്റ് ഒറ്റയ്ക്ക് നടക്കാൻ പോയി. പെട്ടെന്ന് കൂടെ നടന്നവരോടൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ഒറ്റയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് കുറച്ച് ദർശനാനുഭവങ്ങളുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഇപ്പോൾ ചെങ്കിസ് ഖാനും നെപ്പോളിയൻ